അള്ളാൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാ, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് പോവുകയാ, അവരൊക്കെ ഞാൻ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഞാൻ ക്ഷണിക്കാം നബിയേ, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അള്ളാൻ്റെ റസൂലേ, യാ റസൂലല്ലാ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലാഹു തആല അവരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ എനിക്ക് വല്ല അടയാളവും നൽകാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്താലും നബിയെ. അന്നേത്ത് മുത്തുനബി തങ്ങളുണ്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ദുആ ചെയ്യുകയാ, ഖാലിഖായ റബ്ബിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് പറയുകയാ, അല്ലാഹുമ്മ ഇജ്അൽ ലഹു ആയത്തൻ തുഈനു അലാ മാ യൻവി മിനൽ ഖൈർ. അല്ലാഹുവേ, തുഫൈൽ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നന്മയിലേക്ക് ആളുകൾ ക്ഷണിക്കാൻ സഹായകമാകുന്ന രൂപത്തിലുള്ള ഒരടയാളം തുഫൈലിന് നീ നൽകണേ അല്ലാ എന്ന് ഹബീബിൻ്റെ പ്രാർത്ഥനയാ, മുത്ത് റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥന പ്രപഞ്ചനാഥനായ അല്ലാഹു തആല തള്ളിക്കളയുമോ സഹോദരാ? മഹാനായ തുഫൈൽ റളിയല്ലാഹു തആല റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് പോവുകയാ. ദൗസ് ഗോത്രമായ ലക്ഷ്യം സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ സനിയത്ത് മലയിടുക്കിലൂടെ മാനവറുകൾ ഇങ്ങനെ നടന്നു പോവുകയാ. ആ സമയത്ത് യാ അല്ലാ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പ്രകാശം ഒരു തീനാളം പുറപ്പെടുകയാ. തീനാളം അങ്ങ് വന്ന് പതിക്കുന്ന സമയത്ത് മാനവറുകൾ ദുആ ചെയ്യുകയായ, അല്ലാഹുവേ, ആ തീനാളം എൻ്റെ മുഖത്ത് പതിക്കരുത് റബ്ബേ, അതെങ്ങാനും എൻ്റെ ശരീരത്തിൽ പതിച്ചാൽ ആളുകൾ പറയുമല്ലോ, നീ ഞങ്ങളുടെ മതം വിട്ട് മുഹമ്മദിൻ്റെ മതത്തിൽ കൂടിയപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ മതത്തിൽ കൂടിയപ്പോൾ അവൻ എന്തോ കാലക്കെടുതി ഭവിച്ചതാണ്, എന്തോ വിപത്ത് വന്ന് ഭവിച്ചതാണെന്ന് പറയുമല്ലോ എന്ന് മഹാനായ തുഫൈൽ റളിയല്ലാഹു തആല അവിടുന്ന് മനസ്സിനോട് പറഞ്ഞിട്ട് ദുആ ചെയ്യുകയാ. സുബ്ഹാനല്ലാഹ്, ഉടനെ തന്നെ ആ പ്രകാശമനാളമുണ്ടല്ലോ, ആ തീനാളമുണ്ടല്ലോ, മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒരു ചാട്ടവാറുണ്ടായിരുന്നു. ആ ചാട്ടവാറിൻ്റെ അഗ്രഭാഗത്ത് വന്ന് പതിക്കുകയാണ്. പിന്നീട് ആ ചാട്ടവാർ പിടിക്കുമ്പോൾ കൽക്കിന്തിയിൽ ഒരു വിളക്ക് മാടത്തെ പോലെ, ഒരു റാന്തൽ വിളക്ക് പോലെ അതിങ്ങനെ പ്രകാശിക്കുകയാ. സുബ്ഹാനല്ലാഹ്, കുടുംബത്തിലേക്ക് ആ ചാട്ടവാറുമായിട്ടാ മഹാനായ തുഫൈൽ ഇബ്നു അംർ